പൊതുവെ ഞാനിങ്ങനെ ഈ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും ഞാൻ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവേ അല്ല. കുറച്ച് ഫ്രണ്ട്സുകൾ ഉണ്ടെന്നേ ഉള്ളൂ. കമ്മ്യൂണിറ്റി ബേസിൽ ഞാൻ അങ്ങനെ വലിയ ആക്റ്റീവ് അല്ല. നല്ല കുറച്ച് സൗഹൃദങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ദുബായിലായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് അവിടെ നോർമലി ആരുമില്ല. ഇവിടെയാണ് ഫ്രണ്ട്സുകൾ എല്ലാവരും ഉള്ളത്. അപ്പം അങ്ങനെ കുറച്ച് സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളിൽ. പിന്നെ പൊതുവേ ഞാൻ എൻ്റെ മതപരമായിട്ട് തന്നെ ഞാൻ ജീവിക്കുന്ന വ്യക്തിയാണ്. നമസ്കാരമുണ്ട്, നോയൽമ്പ് നോൽക്കും. ഇപ്പം ഇന്ന് തന്നെ മെഹ്റാജിൻ്റെ നോമ്പാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവൻ ഉമ്മയാണെങ്കിലും എല്ലാം എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തും. നാളെ മെഹ്റാജിൻ്റെ നോമ്പാണ് കേട്ടോ, എടുക്കണം കേട്ടോ, ഇന്ന കാര്യങ്ങളുള്ള കേട്ടോ, ഇന്ന ഗുണങ്ങളുണ്ട് കേട്ടോ, ചെയ്യണേ, അല്ലെങ്കിൽ ഇന്ന് ഇന്ന സൂറത്ത് ഓതണം കേട്ടോ, അടിപൊളി നല്ലതാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉമ്മ ഓർത്തഡോക്സാണ്. ഉമ്മ എല്ലാം വിളിച്ചെന്നെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ അതനുസരിച്ച് ചെയ്യും. ഇന്ന് ഇത്ര കുൽഫല്ലാതെ ഓതണേ, അത്രയും പാപങ്ങൾ ഇതാക്കും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതുപോലെ ചെയ്യുന്ന ആ വ്യക്തിയാണ്. ഇവൻ ആശയാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുപോകും. എന്ത് ചെയ്താലും നമ്മളെ നിസ്കാരം ഇബാദത്ത് അതൊന്നും ഒഴിവാക്കിയിട്ട് നിൽക്കരുത്. അങ്ങനെയൊക്കെ ഞങ്ങൾ അതാ. കാരണം എന്ത് കളിച്ചാലും ആ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾക്ക് അത് നമ്മുടെ എന്ത് ചെയ്താൽ നമ്മൾ ചെയ്താലും നമുക്ക് ഉള്ളിലൊരു ഇത് വരുമല്ലോ, പഠിച്ചോനെ അത് ചെയ്യാൻ പാടില്ലല്ലോ എന്നൊരു തോന്നൽ വരുമല്ലോ. അത് അത്രയേ ഉള്ളൂ. അതാണ് അത്. ആ ഒരു ഒരു പിടുത്തം ഉണ്ടല്ലോ, ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ട് ഉള്ളിൽ. ഇനിയിപ്പോൾ ഇടയ്ക്ക് നിസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാലും പടച്ചോനെ എന്നുള്ളൊരു വിളി എപ്പോഴും ഉള്ളിലുണ്ട്. വീഴാൻ പോയിക്കോട്ടെ, എന്തെന്നായിക്കോട്ടെ, എന്തെങ്കിലും മോശമായാലും എന്താ ഫസ്റ്റ് വിളിക്കുന്ന കുറച്ച് അത് നമുക്ക് ചെയ്യാൻ പാടാത്ത കാര്യമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഹക്കാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഹറാമാണ്. അതൊക്കെ നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ട്. അത് വിട്ടിട്ട് നമ്മൾ ഒരു കളിയും ഇതുവരെ കളിക്കില്ല. അപ്പൊ പിന്നെ ഇതിൽ കമന്റ് വരും, നീ ഇപ്പൊ പെൺവേഷം കെട്ടുന്നത് ഹറാമില്ലെന്ന്. ഇത് ഒരിക്കലും പെൺവേഷം കെട്ടി നടക്കുന്നത്. അത് പലപ്പോഴും ഞാൻ ആൾക്കാരോട് പറയുന്ന കാര്യമാണ്. ഞാനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇത് നിങ്ങൾ ശപിക്കപ്പെട്ട വർഗ്ഗമാണ്, പെൺവേഷം കെട്ടി നടക്കുന്ന ആൾക്കാർ ശപിക്കപ്പെട്ട വർഗ്ഗമാണെന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും ഞാൻ പഠിച്ച കിതാബിൽ റബ്ബ് പറയുന്നൊരു കാര്യമുണ്ട്, റബ്ബിൻ്റെ ഒരു പടപ്പിനെയും പടച്ച റബ്ബ് ശപിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയ കാരണം, റസൂല് ശപിക്കപ്പെട്ട വർഗ്ഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളെ ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിൻ്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു സൃഷ്ടിനും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ലെ പടച്ച റബ്ബ് ശപിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കുട്ടികളോട് പറയാനുള്ളത്, പലപ്പോഴും പല ആൾക്കാർ വീട്ടിലും കുടുംബത്തിലൊക്കെ അവർ ഒതുങ്ങി നിൽക്കുന്നത് ചിലപ്പോൾ ഈ പടച്ച റബ്ബ് ശപിക്കപ്പെട്ട വർഗ്ഗത്തിലേക്ക് നീ പോവല്ലേ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ശപിക്കപ്പെട്ട വർഗ്ഗം, അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല. പടച്ച റബ്ബ് പഠിച്ചിട്ടുണ്ടോ, അത് അള്ളാഹിൻ്റെ ഹലാലായ പടപ്പ് തന്നെയാണ്. ശരിക്കും ഇവർ പറഞ്ഞതിൽ അല്പം സത്യമുണ്ട്, എന്നാൽ അതിനേക്കാളേറെ കളവുമുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാളെ പോലും അന്യായമായി വേദനിപ്പിക്കാനോ ഒരാളുടെ അസാന്നിധ്യത്തിൽ പോലും അവരെക്കുറിച്ച് കളവ് പറയാനോ ഉള്ള കാര്യങ്ങൾ തന്നെ വെച്ചുകൊണ്ട് അവരെ കളിയാക്കി പറയാൻ പോലും അനുമതി കൊടുക്കാത്തൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. എന്നാൽ പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും കർശനമായി ഇസ്ലാം മാറ്റി നിർത്തുന്നുണ്ട്, അവരെ ശപിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂൽ പറയുന്നുണ്ട്, പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീവേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു, അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും പുരുഷനും സ്ത്രീയുമല്ലാത്ത മറ്റൊരു ജെൻഡറിന് ഇസ്ലാം ഒരിക്കലും അംഗീകാരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് മനുഷ്യന് ഓരോ വൈകല്യങ്ങളുണ്ട്. മനുഷ്യന് കണ്ണില്ലാതെ ജനിക്കുന്നവരുണ്ട്, അന്ധന്മാരായി ജനിക്കുന്നവർ, കേൾവിയില്ലാത്തവർ, അതുപോലെ തന്നെ കൈകളില്ലാത്തവർ, അതുപോലെ കാലുകളില്ലാതെ ജന്മന കാലുകളില്ലാതെ ജനിക്കുന്നവരുണ്ട്. അതൊരു അംഗവൈകല്യമാണ്. അതുപോലെ ഒരു വൈകല്യമായിട്ടാണ് ലിംഗപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത്. അതൊരു വൈകല്യം മാത്രമാണ്. അല്ലാതെ അത് മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു വർഗമാക്കിക്കൊണ്ട് ഒരിക്കലും അവരെ പിരിച്ചു നിർത്തരുത്, അവരെ മാറ്റി നിർത്തരുത് എന്നുള്ള നല്ല ഒരു സാമൂഹികമായിട്ടുള്ള സ്നേഹബന്ധമായിട്ടുള്ള ഒരു മൂല്യമാണ്, ഒരു സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം നൽകുന്നത്. നമുക്കറിയാം അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ പ്രത്യേക ഇളവുകൾ ഉണ്ടാവും. ഒരു ഉദാഹരണമായിട്ട് ഒരു കൈയില്ലാത്ത ഒരാളെ
മസാല നമ്മൾ എടുക്കുകയാണ്. വുളു എടുക്കുമ്പോൾ കൈ മുട്ടുൾപ്പെടെ കഴുകണം എന്നുള്ളതാണ്. അപ്പോൾ കൈയില്ലാത്തവൻ അത് കഴുകേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് കഴിയില്ല. അതുപോലെ തന്നെ കണ്ണിനെ കുറിച്ച് നമ്മൾ എടുക്കുമ്പോൾ ഹറാമായ കാര്യങ്ങളിലേക്ക് നോക്കരുത് എന്ന് പറയുന്നുണ്ട്. കണ്ണില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ആ നിയമം ബാധകമല്ല. ഇതുപോലെ ലിംഗമില്ലാത്തവൻ, അതല്ലെങ്കിൽ ലിംഗത്തിൽ പോരായ്മകളുള്ളവൻ, അവനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ അവനിക്ക് ബാധകമല്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആണും പെണ്ണുമല്ലാത്ത ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ വർഗത്തെ സൃഷ്ടിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം പാടെ കർശനമായിട്ട് നിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ അതിന്റെ വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ അത് വസ്ത്രധാരണത്തിൽ മാത്രമല്ല, ശരീരത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തലിൽ വളരെ കർശനമായിട്ട് നിരോധിച്ചിട്ടുള്ള ഒരു മതം കൂടെയാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, അമേരിക്ക എന്ന് പറയുന്നത് വികസിത രാഷ്ട്രമാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പുതിയ ഭരണാധികാരി അധികാരത്തിലേക്കുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അമേരിക്കയിൽ ഇനി ആൺ പെൺ എന്നല്ലാത്ത മറ്റൊരു വർഗത്തിന് ഇനി അനുമതി നൽകുകയില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ ഒന്ന് പെണ്ണ്, പുരുഷനോ സ്ത്രീയോ. ഇതല്ലാതെ മറ്റൊരു വർഗമായി തങ്ങളുടെ ശരീരം മുൻനിർത്തിക്കൊണ്ട് നിയമസാധുത ഇനി അമേരിക്ക നൽകുകയില്ല എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഈ ഒരു വികസിത രാജ്യമായ അമേരിക്കയുടെ ഈ ഒരു പ്രഖ്യാപനത്തിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം ഈ ട്രാൻസ്ജെൻഡേഴ്സിനും അതുപോലെ തന്നെ LGBT പോലെയുള്ള ഈ ഇതര സമുദായങ്ങൾക്കും വിവാഹങ്ങൾക്കൊക്കെ ആദ്യം അനുമതി നൽകിയതും ഇതിന് നിയമസാധുത നൽകിയ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇത് തുടക്കത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇതിന് കൂടുതൽ സപ്പോർട്ട് നൽകുകയും കൂടുതൽ നിയമസഹായങ്ങളൊക്കെ നൽകിയത് അമേരിക്ക തന്നെയാണെന്ന് നമുക്ക് തുടക്ക കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കിയവരുമാണ്. ഇന്ത്യയിൽ പോലെയുള്ള വികസിത രാഷ്ട്രമല്ലാത്ത രാജ്യങ്ങളിലെ പല ആളുകളും ആണും പെണ്ണുമല്ലാത്ത വർഗങ്ങൾ അവർക്ക് നിയമസാധുത കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത് അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളെ മുൻനിർത്തിയിട്ടാണ്. പക്ഷെ അമേരിക്ക പോലും അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം ഒരു സന്തുലിതാവസ്ഥ, വരും തലമുറ നല്ല മനോഹരമായിട്ടുള്ള ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഇത്തരത്തിലുള്ള ഒത്തുകൂടലുകളും വിവാഹങ്ങളും ആണും പെണ്ണുമല്ലാത്ത വിവാഹങ്ങൾക്കൊക്കെ കാരണമാകും എന്ന് കണ്ടിട്ടാണ് അമേരിക്ക പോലും ആ നിയമത്തിന്, ആ ഒരു വിഭാഗത്തിന് നിയമസാധുത നൽകാത്തത്. നമുക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ ലിംഗം അത് പുരുഷലിംഗമാണെങ്കിൽ അവൻ പുരുഷനും, സ്ത്രീലിംഗമാണെങ്കിൽ അവൻ സ്ത്രീയുമാണ്. ഇനി അതല്ല, ഒരുത്തൻ നമ്മൾ ജനിക്കുമ്പോൾ അവൻ പുരുഷനാണ്, പക്ഷെ അവന്റെ ലിംഗത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഏതുമായിട്ടാണോ സാമ്യത പുലർത്തുന്നത്, പുരുഷലിംഗവുമായിട്ടാണെങ്കിൽ അവൻ പുരുഷനാണ്, ഇനി സ്ത്രീലിംഗവുമായിട്ടാണെങ്കിൽ അവൻ സ്ത്രീയാണ്. അല്ലാതെ പുരുഷന് ആണായി പോകണം, ആണാവണം എന്നത് അവനക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് മാനസിക പ്രശ്നമാണ്. ആ ഒരു രോഗത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. മറ്റെല്ലാ രോഗങ്ങളെ പോലും ചികിത്സിക്കുന്നത് പോലെ ഈ രോഗത്തെ കൂടി ചികിത്സിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതിനെങ്ങനെ മഹത്വവൽക്കരിച്ച് അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരോടും സ്നേഹത്തോടു കൂടെയാണ്, സന്തോഷത്തോടു കൂടെയാണ് പെരുമാറിയിട്ടുള്ളത്, ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് സർട്ടിഫിക്കറ്റ് നൽകാതെ എന്താണോ മനസ്സിനുള്ള പ്രശ്നം, ശരീരത്തിനുള്ള പ്രശ്നം, അത് ചികിത്സിച്ച് മാറ്റിയിട്ട് ആണാണെങ്കിൽ ആണായിട്ട് തുടരുക, പെണ്ണാണെങ്കിൽ പെണ്ണായിട്ട് തുടരുക എന്നുള്ളതാണ്. ലൂത്ത് നബി അള്ളാഹു താല ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ട് അള്ളാഹു താല തകർത്ത് കളഞ്ഞ ഒരു സമുദായമാണ്. അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആണും ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും, പെണ്ണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹം പുരുഷനായിരുന്നു, അദ്ദേഹം പെണ്ണാകാനുള്ള സർജറികളൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു പെണ്ണിന്റെ ആ ഒരു രൂപത്തിലേക്ക് മാറുകയും ശരിക്കും അവരുടെ ഹസ്ബൻഡ് എന്ന് പറയപ്പെടുന്ന അദ്ദേഹവും പുരുഷനാണ്, ഇവിടെ ഈ ഒരു സ്ത്രീ ആയിട്ട് സങ്കല്പിക്കപ്പെടുന്ന ആളും പുരുഷനാണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ആണും ആണും തമ്മിലുള്ള ലൈംഗിക ബന്ധങ്ങൾ, ആണും ആണും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് പെണ്ണിന്റെ കാര്യത്തിലാണെങ്കിലും രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ബന്ധങ്ങൾ നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം ഇതിനെ നിഷിദ്ധമായി വിമർശിക്കുന്നുണ്ട്. ഇതൊരിക്കലും അംഗീകരിച്ച് കൊടുക്കാത്ത മതം കൂടെയാണ് ഇസ്ലാം. കാരണം ഇതെങ്ങാനും ഈ ഇസ്ലാമിൽ നിയമവിധേയമായിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം എന്നല്ല ഒരു മതത്തിലും ഈ ഒരു വിഭാഗത്തിന്
നിയമസാധുതയോ അവർക്ക് സംരക്ഷണമോ ഇത് പ്രോത്സാഹിപ്പിക്കുന്നോ ഇല്ല. ഏത് മതങ്ങളായാലും മിസങ്ങളായാലും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറ തന്നെ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ സന്താന ഉൽപാദനങ്ങൾക്ക് വലിയ രീതിയിൽ കുറവ് വരികയും ഇത് ഭൂമിയിലെ തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ അപകടത്തിലേക്ക് ഇത് പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇതിനെ ഇസ്ലാമികമായിട്ട് ടച്ച് ചെയ്തിട്ട് ഇതിനെ വളരെ മോശമാക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം അവർക്ക് ഒരിക്കലും സംരക്ഷണം നൽകുന്നില്ല. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹദീസ് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ പുരുഷ വേഷം ധരിച്ച സ്ത്രീ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു ശപിച്ചിരിക്കുകയാണ്. ഒരിക്കലും അവർക്ക് ഇസ്ലാം സപ്പോർട്ട് നൽകുന്നില്ല. മറിച്ച് അതൊരു അംഗവൈകല്യമായി കരുതിക്കൊണ്ട് മറ്റെല്ലാ അവയവങ്ങൾക്കും നമുക്ക് വൈകല്യം ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ, അതിനെ നമ്മൾ എങ്ങനെ ചികിത്സിക്കണോ, അതുപോലെ ഈ ഒരു പ്രശ്നത്തെയും നിങ്ങൾ കൃത്യമായി ചികിത്സയിലൂടെ അതിന് പരിഹാരം കണ്ടുകൊണ്ട് ആണായിട്ടും പെണ്ണായിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലപാട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം ഇവിടെ കൊണ്ടുവരുന്നത്. ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇവരുടെ ഒരുപാട് സ്റ്റാറ്റസുകളും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ ഇപ്പം നിറഞ്ഞു കളിക്കുന്നുണ്ട്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇതിൽ കൃത്യമായിട്ടുള്ള വിവരമില്ലാത്തവർ ഇതിനെ അനുകൂലിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.